PR എന്നുള്ള സംഭവം കംപ്ലീറ്റ്ലി അനിമോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നാളെ എന്തായാലും ഫിനാലെ എത്താണ് അനിമോൾ കപ്പടിക്കും. ബിഗ് ബോസ് സീസൺ 7 ഇന്ന് അവസാനിക്കുകയാണ്. കപ്പ് തൂക്കുന്നത് ആരാണെന്നുള്ള എല്ലാവരും തികഞ്ഞ ആകാംക്ഷയെ തന്നെയാണ്. 2 പേര് ഫൈനൽ 5 5 പേരുണ്ടെങ്കിലും 2 പേരിൽ ഒരാളായിരിക്കാം കപ്പ് തൂക്കുന്നത്. അത് അനീഷോ അനിമോളോ. അപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയവും PR ബന്ധപ്പെട്ടാണ്. വിനു എന്ന് പറയുന്ന PR. എനിക്ക് തോന്നുന്നു അനിമോളുടെ PR എന്ന നിലയിലാണ് വിനു ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അനിമോളെ പോലെ തന്നെ PR വിനുവിൻ്റെ പേരും ഉയർന്നു വന്നു. വിനു കുറച്ച് നാളായിട്ട് ഇങ്ങനെ PR ഒക്കെ ചെയ്യുന്നതാണ്. PR എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരാൾ PR ജയിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിനു പറയുന്നത്. ഒരു ഇൻ്റർവ്യൂവിന് കൊടുത്തത് അനിമോൾ കപ്പ് തൂക്കും എന്ന് തന്നെയാണ് വിനു ഉറപ്പുമായിട്ട് പറയുന്നത്. അത് ഈ 16 ലക്ഷത്തിൻ്റെയൊക്കെ PR ഇല്ല, ഏതോ എന്താ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിയായിട്ട് വിനു ഒരു ഫ്രണ്ട് എന്ന നിലയിൽ വിനു ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് കാശ് മുടക്കുള്ളതാണ്. അതുപോലെ വിനു പറയുന്ന വേറൊരു കാര്യമുണ്ട്, അവിടെ പോയിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും PR ഉണ്ട്. ഇവർ തന്നെ 2-3 പേരുടെ PR ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ എനിക്കിത് കണ്ടപ്പോൾ തോന്നി എന്താണെന്നറിയോ, അനുവിൻ്റെ PR അല്ല വിനുവിൻ്റെ PR ആണ് അനു. കാരണം വിനു അറിയപ്പെട്ടത് അനു മൂലമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇതൊരു വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പ്രമുഖ യൂട്യൂബ് ചാനലുകളും ചേരിതിരിഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. ഇത് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഇത് മനുഷ്യൻ്റെ മനസ്സിൽ കിടക്കുക, ഹോട്ട്സ്റ്റാറിൽ കയറണം, അത് വോട്ട് ചെയ്യണം. ഇതൊക്കെ എല്ലാവരും ചെയ്യുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പിന്നെ അവരുടെ ബന്ധുക്കളും അവരുടെ നാട്ടുകാരും ഈ പറഞ്ഞൊക്കെ ചെയ്യിപ്പിക്കും. അതൊക്കെയാണ് PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. PR എന്ത് ചെയ്യാൻ പറ്റും? PR കൂടി വന്നാൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഓരോരുത്തർക്ക് പറയാം പിന്നെ വോട്ട് ചെയ്യണം എന്ന് പറയാം. അതുപോലെ കുറച്ച് ഫാൻ പേജുകൾ തുടങ്ങാം. അതുപോലെ തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാം, ഇവരുടെ സാധനം ബിൽഡപ്പ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഇവരെന്തെങ്കിലുമൊക്കെ കാണിക്കണം. കാണിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലേക്ക് ആൾക്കാർ സാബുമോൻ ആ സീസൺ 1 സാബുമോനൊക്കെ ഒരെണ്ണം തമാശയായിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തുടങ്ങാൻ പോകുന്നു എന്ന് പറയും. കാരണം അവിടെ ഇരുത്തി ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇത്രാം തീയതി ഇതിനെ ചെയ്യണം, ഇത്രാം തീയതി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു വിടുക എന്ന് പറയും. എത്ര പഠിപ്പിച്ചു വിട്ടാലും നമ്മൾ ഒരാളോട് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കുക, അയാൾ അതിനനുസരിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇല്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് പോകാം. പോയതിന് ശേഷം പിന്നെ അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കി പെരുമാറുന്നവൻ മാത്രമേ വിജയിക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല സാബുമോനോ ഫീക്കട്രേൻ്റെ ഒക്കെ പോയി അവിടെ എത്ര ബൂസ്റ്റപ്പ് എത്ര PR കൊടുത്തെന്ന് പറഞ്ഞാലും ഒന്നും ആകാൻ പോകത്തില്ല. അത് 100% വരെ. ഇപ്പോൾ ഫീക്കട്രേൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നമ്മൾ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെടുന്നവരും ഫീക്കട്രേനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ തികഞ്ഞ പരാജയമാകുന്ന ഫീക്കട്രേനെ നമ്മൾ കണ്ടു. കാരണം എത്ര ബൂസ്റ്റപ്പ് കൊടുത്താലും എത്ര PR ഉണ്ടെന്ന് പറഞ്ഞാലും അയാൾ കപ്പ് നേടത്തില്ലെന്ന് 100% ഉറപ്പാണ്. അതുപോലെയാണ് ഈ പ്രാവശ്യത്തെ സാബുമോൻ. എന്തൊക്കെ പറഞ്ഞാലും കപ്പ് നേടത്തില്ല. അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും PR ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടെങ്കിലും അത് ഇവരകത്ത് കയറിയിരുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കപ്പ് നേടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ പറയത്തില്ലയോ, ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം വാ തുറക്കുന്നവരും ഏത് പ്രശ്നത്തിനും ഇടപെടുക. പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമെന്ന് പറയാൻ മാസ് ഡയലോഗ്, അതുപോലെ ഇച്ചിരിയൊക്കെ വഴക്ക്, ഇച്ചിരിയൊക്കെ കുത്തിരിപ്പൊക്കെ വേണം. അതുപോലെ ഒരു സീരിയൽ രീതി തന്നെയാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്തൊരു നായകനും വില്ലനും ആദ്യമേ തന്നെ അങ്ങ് ഇതാവും. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ വില്ലൻ അക്ബറും നായിക അനുമോളുമാണ്.
ഇവരുമായിട്ട് ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ വികസിപ്പിക്കുന്നത്. ഇതിനകത്ത് പല ആൾക്കാരുണ്ട്. അതിനകത്ത് അനീഷ് ഒരു നായകനായിട്ട് വരുന്നു. അപ്പോൾ അനീഷിനും അനുമോളും തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ്. അതിന് ഒരു പരിധി വരെ അനുവിന് ഗുണമായി തോന്നുന്നത് പുറത്ത് നിന്ന് കുറച്ച് മത്സരാർത്ഥികൾ വന്നു കഴിഞ്ഞപ്പം അവർ കൂട്ടമായി അനുവിനെ ആക്രമിച്ചപ്പം അനുവിന് ഇച്ചിരി സപ്പോർട്ട് കിട്ടി. അതായിരിക്കും ഒരുപക്ഷെ ഈ സീസണിൽ ഈ ട്വിസ്റ്റായിട്ട് വരുന്നത് എന്ന് തോന്നുന്നു. അതുവരെ അനീഷും അനുമോളും കട്ടയ്ക്ക് നിന്നത് മാറി ചിന്തിക്കേണ്ട കാര്യം വന്നത് ഇത് തന്നെയാണ് തോന്നുന്നു. അപ്പം കൂട്ടമായിട്ട് ഒരാളെ ആക്രമിക്കുമ്പോൾ പൊതുവായിട്ട് അയാൾക്ക് സപ്പോർട്ട് കൂടും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പം നമ്മൾ ഈ പുതിയ ആൾക്കാർ റീ എൻട്രി ആയിട്ട് വന്നു കഴിഞ്ഞു, ആദില, നൂറ, ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇതായിപ്പോയി. ബാക്കി ആരും ചിത്രത്തിലില്ല. ഷാനവാഫോ, നെവിനോ, അക്ബറോ ഇവരാരും ചിത്രത്തിലേ ഇല്ലാതായിപ്പോയി. അതാണിവിടെ വോട്ട് കേന്ദ്രീകരിക്കാൻ അനുവിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇത് വിജയെ തീരുമാനിക്കുന്നത്. അങ്ങനെ അനുവിൻ്റെ പി ആർ വിനു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വിനുവിൻ്റെ പി ആർ അനു എന്ന് പറയുന്നതായിരിക്കാം ഒരുമാതിരി ശരി. ഇനി അടുത്ത സീസണൊക്കെ പി ആറുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് വിജയം എന്നറിയാൻ വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.